ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കിയ അന്ന് തന്നെ നമ്മൾ വേറൊരു സംഭവം കൂടിയും ട്രൈ ചെയ്തായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ഒന്നാം പാൽ മാത്രമല്ലേ എടുത്തിട്ടുള്ളൂ. അത്രയും തേങ്ങയുടെ ഒന്നാം പാൽ എടുത്തിട്ട് ആ തേങ്ങയുടെ ആ ചണ്ടി ഉണ്ടല്ലോ, അത് നമ്മൾ വെറുതെ കളയണ്ടേ. അപ്പോൾ നമ്മൾ വിചാരിച്ചു അതുകൊണ്ട് ഒരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ: ചെറുള്ളി, വറ്റൽമുളക്, കറിവേപ്പില, ഇഞ്ചി, 2 കഷ്ണം വെളുത്തുള്ളി, കുറച്ച് കുരുമുളക്, പിന്നെ കല്ലുപ്പ്, ഒരു നെല്ലിക്ക വലുപ്പത്തിൽ എന്ത് വേണം, പുളിയും കൂടി വേണം, സാധാ പുളിയിട്ട അത്. അതിനുശേഷം ഇതാ ചട്ടി അടുപ്പത്ത് വെച്ചു, എല്ലാം നന്നായി ചൂടാക്കി. എല്ലാം കൂടി ഒന്നിച്ചിട്ടിട്ടാണ് ചൂടാക്കുന്നത്. ഇതിൽ നമ്മൾ ഇടാത്തത് കല്ലുപ്പ് മാത്രം, അത് മാത്രം ഇപ്പോൾ ഇട്ടിട്ടില്ല. പുളിയും എല്ലാം കൂടിയിട്ട് നമ്മൾ നന്നായി ചൂടാക്കുക. ഇതാ നല്ല ചുവപ്പ് കളറാവുമ്പോൾ എല്ലാം നന്നായി വറുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കത് തണുക്കാൻ കുറച്ച് നേരം വയ്ക്കാം. നന്നായി തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. ഈ പൊടിക്കുന്ന സമയത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അതിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം. കല്ലുപ്പോ പൊടിയുപ്പോ ഏതാണ്. അപ്പോൾ അതാ നന്നായി പൊടിച്ചു. അതിനുശേഷം നമ്മൾ കഴിക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചാലിച്ചിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ പാകത്തിന് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ബൈ.